സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നലെ ചെന്നൈ ജയിച്ചതിൻ്റെ വീഡിയോ എന്താ ചെയ്യായിരുന്നു പലരും ചോദിച്ചു. ചില സാങ്കേതിക തകരാറ് മൂലം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ചെന്നൈയുടെ നല്ല കളി സൂപ്പറായിരുന്നു. ഓപ്പണേഴ്സ് നന്നായിട്ട് കളിച്ചു. അതുപോലെ തന്നെ ഒരു 15 ഓവർ 16 ഓവർ കളി തീർന്നു വിചാരിച്ച കളി അവസാനം വരെ എത്തേണ്ട നില വന്നു. പക്ഷേ ധോണി ചേട്ടൻ ഇന്നലെ കളിച്ച കളി ഓക്കെ ആയിരുന്നു. ഒരു പഴയ ധോണിനെ നമുക്ക് തിരിച്ചിട്ടിയ പോലെയൊക്കെ നമുക്ക് തോന്നി. ഇതുപോലെ ധോണി കളിച്ച ആരും ധോണിനെ ട്രോൾ ചെയ്യാനില്ല, കളിയാക്കാനില്ല. പിന്നെ 41 വയസ്സാണ്, ആനയാണ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറയുന്ന ഒരു ആവശ്യമൊന്നുമില്ല. IPL കാശിട്ടുകൊണ്ട് കളിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കാശ് മേടിക്കുന്നു. ടീമിന് ഇത്രയും ആൾക്കാരും എന്തോരം ധോണിയുടെ കെയർ ഓഫിലാണ് ചെന്നൈക്ക് ഫുൾ ഫാൻസ് ഉള്ളത്. അപ്പോൾ ധോണി കളിച്ച് ഭയങ്കര മഹത്വമായി. ധോണി റണ്ണൗട്ടാക്കി, ലോകോത്തര റണ്ണൗട്ടാണ്. സത്യം പറഞ്ഞാൽ ശിക്കാരി സംഭവമായിരുന്നു. സംഭവം ഒക്കെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് എറിഞ്ഞുകൊണ്ട് അവർ കിട്ടുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും ലോകത്തിലെ ഏറ്റവും നല്ല കീപ്പർമാർ 5-6 എടുത്ത് ഇപ്പോഴും ധോണി അതിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കീപ്പർ ഊഹം വെച്ച് എറിഞ്ഞുകൊണ്ട്, പക്ഷേ അത് ഭയങ്കര സംഭവമായി കൊടുക്കുന്ന കുറേ പൊട്ടം ഫാൻസുകാരുണ്ട്. അവരോടൊന്നും പറയില്ല. പക്ഷേ ചെന്നൈ നന്നായിട്ട് കളിച്ചു. ജയിച്ചത് നമ്മൾ അംഗീകരിക്കണം. മുംബൈ ഫാൻസ് ആണെന്ന നിലയിൽ നമ്മൾ അവർ ജയിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ധോണിയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഇന്നലെ ജയിച്ചത്. പിന്നെ ഓപ്പണേഴ്സ് ആ പുതിയ വന്ന ചെക്കൻ കിടിലൻ പ്ലെയർ ആയിരുന്നു. അവൻ നല്ല സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അവരുടെ ശിവൻ തുമ്പെ സെൻസിബിളായിട്ട് കളിച്ച് വിക്കറ്റ് കളയാണ്ട് അവൻ ഒരറ്റത്ത് നിന്ന് ലൂസ് ബോൾ കിട്ടി അടിച്ച്, അതും ഒരു വിജയത്തിൻ്റെ ഒരു കാരണമാണ്. എന്ത് പറഞ്ഞാലും ചെന്നൈ ജയിച്ചത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ധോണിനെ ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കളി കളിക്കാനാണ് ഇത്രയും പൈസ കൊടുത്ത് ധോണിനെ നിലനിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കളിച്ചു, ജയിച്ചു, അംഗീകരിച്ചു.